കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 10. ഒരു വട്ടം വിളിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്രുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അശ്ലീല പരാമർശം ലൈംഗിക അതിക്രമം തന്നെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് അശ്ലീല ചുവയുള്ള പരാമർശം നടത്തുന്നതും ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ലൈംഗികാതിക്രമ കേസ് റദ്ദാക്കാൻ KSEB മുൻ ജീവനക്കാരൻ ഒരാൾ പേര് പറഞ്ഞിട്ടുണ്ട്. നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് A. ബദ്രുദ്ദീൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. സഹപ്രവർത്തകയ്ക്കു നല്ല ശരീരഘടനയാണെന്ന് പറയുന്നതും അശ്ലീല ചുവയുള്ള പരാമർശം നടത്തുന്നതും മൊബൈലിൽ അശ്ലീല സന്ദേശം അയക്കുകയും ചെയ്തെന്നാണ് ഈ വ്യക്തിക്കെതിരെയുള്ള പരാതി. അപ്പോൾ ഒരു പെൺകുട്ടിക്കെതിരെ നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോൺ വഴി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അയക്കരുത്, പറയരുത് എന്നാണ് പറയുന്നത്. ബോഡി സ്ട്രക്ചർ നല്ലതാണെന്ന് കമൻറ്റിൽ ലൈംഗിക ചുവയില്ലെന്ന് ഹർജിക്കാരൻ വാദിച്ചെങ്കിലും പരാതിക്കാരി ശക്തിയായി എതിർത്തു. പൊതുവേദികളിൽ സഹപ്രവർത്തകർക്ക് മുന്നിൽ അശ്ലീല ഭാഷ ഉപയോഗിച്ച് അപമാനിക്കാറുണ്ടെന്നും ആരോപിച്ചു. 2013 ഇതിനെതിരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് ഹർജിക്കാരനെ സ്ഥലം മാറ്റിയെങ്കിലും മൊബൈൽ ഫോണിൽ അശ്ലീല സന്ദേശങ്ങൾ തുടർന്നു. നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ മറ്റു നമ്പറുകളിൽ നിന്നും സന്ദേശം അയച്ചു. KSEB വിജിലൻസ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടും പെരുമാറ്റത്തിന് മാറ്റമില്ലാതെ വന്നതിനെ തുടർന്നാണ് പോലീസിനെ സമീപിച്ചത് എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളൊരിക്കലും പരമാവധി ഈ എന്താ പറയുക, സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള മോശമായ കാര്യങ്ങളും പരാമർശങ്ങളും ഒന്നും തന്നെ ടെക്സ്റ്റായിട്ടോ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും തന്നെ ഈവൻ ഒരു തമാശയ്ക്ക് ആണെങ്കിൽ പോലും പറയാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും അവർക്കത് മുഴുവൻ റെക്കോർഡ് ചെയ്യുകയോ ഒരു എവിഡൻസിൻ്റെ രൂപത്തിലോ ആക്കിക്കൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.